സാരി കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു പാറ്റേൺ വന്നിട്ടുള്ളത് ഞാൻ ഉടുത്തിരിക്കുന്നതാണ്. അത് വന്നിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ആപ്ലിക് വർക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഈ ഒരു ഡിസൈനിൽ 4 ഷെയ്ഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നത് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് വരുന്നത് ആപ്ലിക് വർക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും കൂടെ ഒരുമിച്ച് കോമ്പിനേഷൻ കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. ഈ 2 പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന ഡിസൈൻ നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇതിൽ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന കളർ വരുന്ന ഒരു പിസ്ത ഗ്രീൻ ടോണിലോട്ടാണ്. അതേപോലെ ഞാൻ ഉടുത്തിരിക്കുന്ന കളർ പീച്ചാണ്. അപ്പോൾ ഇതിൽ പാറ്റേൺ വരുന്നത് കണ്ട് ഇതിൽ ഫുള്ളായിട്ട് ആപ്ലിക് വർക്കാണ്. ഇങ്ങനെ മൾട്ടി കളറിലുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ടൊരു ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല വീതിയിൽ പല്ലു പോർഷനിലോട്ട് ഈ ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. വലിയ ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. ബ്ലൂ, ഗ്രീൻ എല്ലാം ഒരു പേസ്റ്റൽ ടോൺസ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ടാസൽസ് നല്ല ഭംഗിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ബഞ്ച് ഓഫ് ഫ്ലവർ പാറ്റേൺ ഇതുപോലെ ആപ്ലിക് വർക്കായിട്ട് ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബോഡിയിലോട്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സാരിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇടയ്ക്കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസാണ്. ബ്ലൗസ് വന്നിരിക്കുന്ന എല്ലാ സാരിക്കും ഒരേ പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസാണ്. അതും ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. അത് ഈ സെയിം ഫ്ലോറൽ ഡിസൈൻ നമ്മൾ ഈ സാരിയിലുള്ള ആപ്ലിക് വർക്കിൽ വരുന്ന സെയിം ഫ്ലോറൽ ഡിസൈനാണ് അതിൻ്റെ ബ്ലൗസിലോട്ട് വന്നേക്കുന്നത്. ഒരു ബേജ് ടോണും അതിൻ്റെ കൂടെ ആ ഒരു മൾട്ടി കളറിലുള്ള ഫ്ലോറൽ പാറ്റേണും കൂടെ ബ്ലൗസിലോട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ഓവറോൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഒരു ക്രീമി യെല്ലോ കളർ. എല്ലാം പാറ്റേൺ സെയിം ആണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ആപ്ലിക് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറൽ കളേഴ്സ് എല്ലാം സാരിയിലും സെയിം തന്നെയാണ്. ഇതുപോലെ വരും ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ ആപ്ലിക് വർക്കാണ് ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു ഓരോ ഫ്ലവേഴ്സും മെഷീൻ എംബ്രോയ്ഡറി ആയിട്ട് ആപ്ലിക് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ പോർഷനിലോട്ട് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ടേപ്പേർഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു അടുത്ത കോർണറിലോട്ട് വരുമ്പോൾ. പിന്നെ ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. ഇത് ക്രീമി യെല്ലോ ഷെയ്ഡാണ്. അടുത്ത് വരുന്ന ഒരു പേസ്റ്റൽ ഓഷ്യൻ ബ്ലൂ കളർ. ഇതുപോലെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നല്ല എലഗൻ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റിയ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ കാണുന്ന വീവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ചെക്ക് വീവിങ്ങും അതിൻ്റെ ഇടയ്ക്കൂടെ ഗോൾഡൻ ടിഷ്യൂവിൻ്റെയും കൂടെ വീവിങ് വരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കോട്ടാദോരിയ സാരീസിൽ നമുക്ക് 5 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല്ലു പോർഷനിലോട്ട് ഇതിൻ്റെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരും. ഇതിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന പിങ്ക് ആൻഡ് ഗ്രേ കളറാണ്. ബോഡി പോർഷനിലോട്ട് പിങ്കും അതിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ വന്നിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. ബൊട്ടാണിക്കൽ പ്രിൻസും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു അബ്സ്ട്രാക്ട് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട്. പിന്നെ പല്ലുലോട്ട് വരുമ്പം ഗ്രേ കോമ്പിനേഷനിൽ ജോമെട്രിക് പാറ്റേണും അതിൻ്റെ ഇടയിലോട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം ആപ്ലിക് വർക്കാണ്. അതിങ്ങനെ ഈ ഒരു പാറ്റേണിൽ വരും. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ വരുന്ന പീച്ച് ആൻഡ് ഗ്രേ ആണ്. ആ ഒരു ഗ്രേ പോർഷനിലോട്ട് പീച്ച് കളറിലുള്ള ത്രെഡും അതുപോലെ തന്നെ ഫാബ്രിക്കും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോറൽ ഡിസൈനുള്ള ആപ്ലിക് വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻഡിലോട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പീച്ചിന് വരുമ്പം സാരിയുടെ കളറിലുള്ള ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് സെയിം പാറ്റേണിൽ തന്നെയുള്ള പ്രിൻസും കൊടുത്തിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കോട്ട ബ്ലൗസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇനി ഇതിൽ അടുത്ത ഷെയ്ഡ് വരുമ്പം നമ്മൾ ഇതിൻ്റെ ഒരു റിവേഴ്സ് കളർ കോമ്പിനേഷനാണ്. ബോഡി പോർഷൻ ഗ്രേ വരും. പല്ലുലോട്ട് വരുമ്പോൾ പിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഉടുക്കുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതുപോലെ വരും. പല്ലു പിങ്ക് ആൻഡ് ബോഡി പോർഷൻ ഗ്രേ. ബാക്കി പാറ്റേൺ എല്ലാം എക്സാക്ട്ലി സെയിം ആയിട്ട് വരും. ഇതിൻ്റെ ബ്ലൗസ് പെയർ ചെയ്ത് വരുന്നത് പിങ്ക് കളറിലാണ്. ഇതിൻ്റെ അടുത്ത കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പേർപ്പിൾ ആണ് ബോഡിയിലോട്ട് വന്നേക്കുന്നത്. പിന്നെ പല്ലു പോർഷനിലോട്ട് ഒരു സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ വരുന്നു. പിന്നെ ആ ഒരു ഡീറ്റെയിലിംഗ് എല്ലാം പേർപ്പിൾ കളറിലോട്ടാണ് വന്നിരിക്കുന്നത്. ടാസൽസും പേർപ്പിൾ ഷെയ്ഡിൽ. പിന്നെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും സ്കൈ ബ്ലൂ കളറിൽ വരും. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡാണ്. ഇത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ബോഡി പോർഷനിലോട്ട് ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ വരും. പല്ലുവിലോട്ട് ഗ്രീൻ്റെ ആ ഒരു പേസ്റ്റൽ ടോണും പിന്നെ ഗ്രീൻ ഷെയ്ഡും കൂടെ ആയിട്ട്. പിന്നെ ആപ്ലിക് വർക്കൊക്കെ ബ്ലൂ കളർ ടോണിലോട്ട് വന്നിട്ട് ബ്ലൗസ് ഗ്രീൻ ഷെയ്ഡിലാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് സാരിയാണ്. ഉടുക്കാനും നല്ല ഈസി ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഡെയിലി ബേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ യൂസിന് പറ്റിയ സാരിയാണ്.
അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.